നാം ഒരു വീട് വയ്ക്കുന്ന സമയത്ത്, നാം ഒരു ദിക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നാം സ്വാഭാവികമായിട്ടും ആ റോഡിന് അനുകൂലമായിരിക്കും നമ്മൾ വീട് വയ്ക്കുക. 8 ദിക്കുകളിൽ നമുക്ക് തെക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത് എങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മൾ വാസ്തുപ്രകാരം ഏറ്റവും നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ജാഗ്രതയോടുകൂടി ആ ഭാഗത്ത് നമ്മൾ നിർമ്മാണം നടത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നേടിയെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. തെക്ക് ദിക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ യമൻ എന്നാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കാലം എന്നൊക്കെയുള്ളത് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മരണത്തിൻ്റെ ദേവതയായിട്ടുള്ള ശനിയുടെ മൂത്ത സഹോദരനാണ് യമൻ. യാതൊരു ദയാദക്ഷിണ്യവുമില്ലാതെ തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ആരോട് പ്രത്യേക താല്പര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ദേവനാണ് നമ്മൾ കരുതിപ്പോരുന്നത്. അതുകൊണ്ട് തന്നെ ആ ദിക്കിന് ആ തരത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ആ ദിക്കിൽ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തെക്ക് വശത്ത് കൂടുതൽ ഭൂമി ഒഴിച്ചിടാൻ പാടുള്ളതല്ല. അവിടെ കൂടുതൽ ഭാഗങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നത് അത്ര ഗുണകരമല്ല. അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് വലിയ കിണറുകളോ ജലാശയങ്ങളോ അത്തരത്തിലുള്ള നിർമ്മാണങ്ങളൊന്നും പരമാവധി ഒഴിവാക്കിയാൽ നമുക്ക് കൂടുതൽ ആനുകൂല്യം ഉറപ്പിക്കാം. തെക്ക് ഭാഗത്ത് നിന്നും വീശുന്ന കാറ്റ് ഇളം കാറ്റായിരിക്കും. തെക്ക് പടിഞ്ഞാറേ ഭാഗത്തു നിന്നുള്ള വരുന്ന ആ കാറ്റിന് കൂടുതൽ ആരോഗ്യത്തെ പ്രദാനം ചെയ്യാൻ കഴിയുന്നതും പ്രത്യേകിച്ച് അസുഖങ്ങളെ നശിപ്പിക്കാനും തീർച്ചയായിട്ടും സാധിക്കുന്ന ഒരു ദിക്ക് കൂടെയാണ് തെക്ക് ദിക്ക്. ആ ഭാഗത്ത് ദർശനത്തോടുകൂടി വീട് വയ്ക്കുന്നവർ വ്യാപാരികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ വ്യാപാരത്തിൽ നല്ല വഴക്കമുള്ളവരാവുകയും ആ വ്യാപാരത്തിലൂടെ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ആ ദിക്കിലേക്കുള്ള കൂടുതൽ ഒരു സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ദിക്കും കൂടെയാണ്. പൊതുവെ സ്ത്രീകൾക്ക് ആധിപത്യം കൂടുന്ന ഒരു ദിക്കും കൂടെയാണ് തെക്ക് ദിക്ക്. ഇതിൻ്റെ നേർ വിപരീതമാണ് നമ്മുടെ വാസ്തുപ്രകാരമല്ല എങ്കിലും നിർമ്മാണത്തിൽ പല അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആ സ്ത്രീകളുടെ അവർക്ക് വലിയ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നതാണ് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. തെക്ക് ഭാഗത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. ഒന്ന് ഒരു പിശാച് ഭരിക്കുന്ന ഈശാന കോണ് അല്ല നിര്യാതി കോണ്, അതായത് കന്നിമൂല എന്ന് പറയുന്നത്. അപ്പോൾ ആ കന്നിമൂലയെ ഉപയോഗപ്പെടുത്തേണ്ടതും ആ തെക്ക് ദിക്കിൻ്റെ ഒരു പ്രതിസന്ധി കൂടെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടതുഭാഗമായിട്ടുള്ള അഗ്നികോണ്, ആ ഭാഗത്ത് തെക്ക് ഭാഗത്ത് ദർശനമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് വാക്കുകളെ അവരുടെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതായിരിക്കും. മറ്റുള്ളവർക്ക് ഉപദ്രവമാവുന്ന തരത്തിലുള്ള വാക്കുകൾ വരാനുള്ള സാധ്യതകൾ കൂടും. അതുപോലെ തന്നെ ഈ ദിക്കിലേക്ക് ആ ദിക്ക് ഭാഗത്തെ ഭൂമി വളരെ ഉയർന്ന് നിൽക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുകയും ആ ഭാഗത്തിനുള്ള മതിലുകൾക്ക് കൂടുതൽ ശക്തമായ മതിലുകൾ നിർമ്മിക്കുവാനും സാധിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ആ ഭാഗത്തിൻ്റെ ആനുകൂല്യം നേടിയെടുക്കാനും സാധിക്കുന്നതായിരിക്കും.
വാസ്തുപ്രകാരമുള്ള കണക്കനുസരിച്ചും നിർമ്മാണം നടത്തുകയാണെങ്കിൽ വലിയ ദോഷങ്ങളില്ലാതെ എന്നാൽ പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ആ ദിക്ക് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ആ ദിക്കിലേക്ക് വീട് വെച്ച് താമസിക്കുന്നവരുടെ പ്രത്യേകത, അവർ അവരുടെ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും മറ്റുള്ളവരുടെ ഇംഗിതങ്ങൾക്ക് ചൊൽപ്പടിക്ക് ജീവിക്കാത്തവരുമാണ്. ലക്ഷ്യം നേടാൻ ഏതു മാർഗവും സ്വീകരിക്കുകയും ലക്ഷ്യത്തിലെത്തിച്ചേരാനുള്ള വലിയൊരു കരുത്തും ആരോഗ്യവും ഔത്സുക്യവും കാണിക്കുന്ന ഒരു ദിക്ക് കൂടിയാണ് തെക്ക് ദിക്ക്. ആ ദിക്കിനെ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങളെ നേടിയെടുക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഇടതു വലതുമായിട്ടുള്ള മൂലകളെയും ബാക്കി എല്ലാ ഭാഗങ്ങളെയും വാസ്തുവിധി പ്രകാരം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും തെക്ക് ദിക്കിനെ കൊണ്ട് നമുക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും.